പ്രായത്തിന്റെ അവശതകളെ തോൽപ്പിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ആവേശത്തോടെ എത്തി പെരിന്തൽമണ്ണ MLA ഓഫീസിൽ പതാകയുയർത്തിയത് 97-കാരനായ KM കുഞ്ഞാലൻ. ജവഹർലാൽ നെഹ്റു പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ആതിഥേയനായിരുന്ന കീഴിശ്ശേരി കുഞ്ഞാലൻ എല്ലാം ഓർത്തെടുത്തു. മുൻ ഡെപ്യൂട്ടി കളക്ടർ കൂടിയായിരുന്ന മുതിർന്ന പൗരന്റെ അനുഭവ സമ്പത്തും പിഞ്ചുകുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും സമന്വയിച്ചപ്പോൾ MLA ഓഫീസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം വേറിട്ടൊരു അനുഭവമായി. പ്രായാധിക്യത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഏറെ ആവേശത്തോടെയാണ് 97-കാരനായ മുൻ മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ കീഴിശ്ശേരി കുഞ്ഞാലൻ പെരിന്തൽമണ്ണ MLA ഓഫീസിലെത്തിയത്. വർഷങ്ങളോളം സർക്കാർ സിവിൽ സർവീസിൽ സേവനമനുഷ്ഠിച്ച് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറായാണ് കുഞ്ഞാലൻ വിരമിച്ചത്. പ്രായാധിക്യം മൂലം വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും എത്തിച്ചേർന്നു. ചക്രകസേരയിൽ ഇരുന്നാണ് അദ്ദേഹം ദേശീയ പതാക വാനിലുയർത്തിയത്. ആ നിമിഷത്തിൽ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളിലും ദേശസ്നേഹത്തിന്റെ ആവേശം ഉയർന്നു. ജവഹർലാൽ നെഹ്റു പെരിന്തൽമണ്ണയിൽ വന്നപ്പോൾ ആതിഥേയനായിരുന്നു KM കുഞ്ഞാലൻ. നെഹ്റുവിന്റെ വാഹനവ്യൂഹത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് സ്ത്രീകൾ വീടിന്റെ ഓട് ഇളക്കി മാറ്റി തല പുറത്തേക്കിട്ട് നെഹ്റു പോകുന്നത് കണ്ടിരുന്നതായി കുഞ്ഞാലൻ ഓർക്കുന്നു. നെഹ്റു ആണുണ്ടായിരുന്നത്. അവൾ ഈ സ്റ്റീൽ കമ്പനി ഉണ്ടല്ലോ ഷർണൂർ, അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് നെഹ്റു. മെയിൻ അതാണ്. അതിൻ്റെ അടിയന്തരത്തൊക്കെ ഉണ്ടാവുന്ന മാത്രം അത് കാര്യം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വെള്ളക്കോടുന്ന് പട്ടാമ്പി വഴി അങ്ങനെ ചക്കശ്ശേരി പെരുന്തമണ്ണ അങ്ങനെയൊക്കെയാണ് റൂട്ട്. അപ്പോൾ അതാണ് നമ്മുടെ നെഹ്റു സ്റ്റേഡിയം. പെരുന്തമണ്ണ സ്റ്റേഡിയം ഉണ്ടല്ലോ, ആ പേര് വരാൻ കാരണം അതാണ്. നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ട് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഇന്നും തന്നെ ആ പേരിലാണ് അറിയുന്നത്. എങ്ങനെയാണ് അന്നത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയതും ആ വേദിക്ക് എങ്ങനെയായിരുന്നു നെഹ്റു പങ്കെടുത്തത്? നെഹ്റു യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ അസ്കൗണ്ട് ഞാനും ഉണ്ടായിരുന്നു. അത് 2-3 വണ്ടി മുൻപിലുണ്ട്, 2-3 വണ്ടി പിന്നിലുണ്ട്. അതിൽ ഞാനുണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യമില്ല. രാഷ്ട്രീയത്തിന് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അന്ന് മലബാറിൽ ആർ പ്രസാദാണ് കളക്ടർ. അതിന്ന് 4-5 ജില്ലയിൽ മാറിയിരുന്നു. അത്രയധികം അധികാരം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ രാഷ്ട്രീയത്തിനെ കുറിച്ച് കൂടുതൽ ഇതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് യോജിപ്പുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ എങ്കിലും അന്ന് അതിനാണ് പ്രാധാന്യം. അന്ന് സ്ത്രീകളൊക്കെ ഈ ഓടൊക്കെ എടുത്ത് നമ്മൾ കാലൊക്കെ നീണ്ടിരുന്നു. ഓടൊക്കെ എടുത്ത് തല പുറത്തേക്കിട്ടേ അത് നെഹ്റു ഇതെടുത്ത് എറി പുല്ലുണ്ട് ഈ പൂവിൻ്റെ എറിയാവരെ. നെഹ്റു പ്രസംഗിച്ച പെരിന്തൽമണ്ണയിലെ സ്ഥലം പിൽക്കാലത്ത് നെഹ്റു മൈതാനമെന്നും ഇപ്പോൾ നെഹ്റു സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്നു. ഏറ്റവും മനോഹരമായ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനാണ് MLA ഓഫീസ് പരിസരം സാക്ഷ്യം വഹിച്ചത്. നാടിന്റെ അമരക്കാരായ മുതിർന്ന തലമുറയും ഭാവി വാഗ്ദാനങ്ങളായ പിഞ്ചു കുഞ്ഞുങ്ങളുമടക്കം ഒരുമിച്ചപ്പോൾ അത് തലമുറകളുടെ സംഗമവേദിയായി മാറി. പ്രായം കേവലം ഒരു സംഖ്യ മാത്രമാണെന്നും ദേശസ്നേഹവും പൊതുസമൂഹത്തോടുള്ള പ്രതിബദ്ധതയും മനസ്സിന്റെ ഊർജമാണെന്നും തെളിയിക്കുന്നതായിരുന്നു കുഞ്ഞാലന്റെ സാന്നിധ്യം. മുതിർന്ന പൗരന്മാർക്ക് നൽകേണ്ട ആദരവും കരുതലും വിളിച്ചോതിയ ഈ വേറിട്ട ആഘോഷം നാടിനു മുഴുവൻ വലിയൊരു പ്രചോദനമായി. NK കുഞ്ഞാലൻ തന്റെ ബാല്യകാലത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ കുട്ടികളെക്കാളും മുതിർന്ന ആളാണ്. കാരണം 17 വയസ്സ് സ്വാതന്ത്ര്യം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടവും സ്വാതന്ത്ര്യ സമരകാലവും ശരിക്കും ഓർമ്മയുള്ള, അതിനുശേഷം മലബാറിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഒന്ന് ഇരുന്ന, പിന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം മുതൽ ആ കാഴ്ച കണ്ട്, അതിനുശേഷം മലബാർ നമ്മുടെ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച്, അതിനുശേഷം ഡെപ്യൂട്ടി കലക്ടറായി പ്രവർത്തിച്ച്, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ അനുഭവമുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല. ഏതായാലും കുഞ്ഞാലു ഹാജി ഇന്നത്തെ ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്നുവെന്ന് ആശങ്കപ്പെടുന്ന, നമ്മുടെ രാജ്യം നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങളെ നിരാകരിക്കുന്നു എന്ന് ഭയപ്പെടുന്ന, ദേശീയ ഗാനത്തെ പോലും
അപമതിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന, പലതരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് നമ്മളുടെ കുട്ടികളും നമ്മുടെ മുതിർന്നവരും നമ്മുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധമാണ് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് ഞാൻ വിചാരിക്കുന്നു. നജീബ് കാന്തപുരം MLA സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺ നാലകത്ത് ബഷീർ, കൗൺസിലർ KM റാഷിഖ്, മുസ്തഫ, സമദ്, നബീൽ വട്ടപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.